എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മൈഗ്രെയിനെ കുറിച്ച് നോക്കാം. എന്താണ് മൈഗ്രെയിൻ? വിട്ടുമാറാത്ത തലവേദന. ഇന്ന് എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അല്ലേ. എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും സ്ട്രെസ്സ് കൊണ്ടാണ് നമുക്കിങ്ങനെയാണെന്ന് വിചാരിക്കും. പലപ്പോഴും നിങ്ങൾ മാറ്റി ചിന്തിച്ചാൽ തന്നെ ഈ മൈഗ്രെയിൻ എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മോചനം കിട്ടും. ഒന്നാമതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് വിശന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക. അതും പകൽ സമയത്ത് വേവിച്ച ഭക്ഷണം എന്തും നിങ്ങൾക്ക് കഴിക്കുക. അത് നന്നായിട്ട് വിശക്കുന്ന ഈ ടൈം വെച്ച് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് ഏത് സമയത്താണോ നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചവച്ചരച്ച് ആ ഭക്ഷണം ആസ്വദിച്ചുകൊണ്ട് കഴിക്കുക. അത് നന്നായിട്ട് ആ ഭക്ഷണത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ വെള്ളം കുടിക്കാതിരിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറക്കമാണ്. ഉറക്കം മസ്റ്റായിട്ട് 9 മണി മുതൽ 10 മണി ഉള്ളിൽ നിങ്ങൾ കിടന്നിരിക്കണം. ഫോണ് പോലുള്ള സാധനങ്ങൾ അതിന് മുന്നേ ഒഴിവാക്കിയിട്ട് നിങ്ങളായൊരു കിടക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ശീലം ഇല്ലെങ്കിലും, പക്ഷെ അത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ട ആൾക്കാർ നിങ്ങളാണ്. നിങ്ങളെ മൈഗ്രെയിന് വേറൊരാൾ വേദന എടുത്തോട്ടെ എന്ന് പറയില്ല. അതുകൊണ്ട് നിങ്ങളെ കാര്യം മാറ്റി ചിന്തിച്ചാൽ തന്നെ ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ മാറുന്നത് കാണും. പിന്നെ നിങ്ങൾക്കുള്ള ഇമോഷൻസാണ് പക, വിദ്വേഷം, വെറുപ്പ്, അസൂയ. ഇതൊക്കെ 90% ആൾക്കാരും മൈഗ്രെയിൻ ഉള്ളവരിലും കാണുന്നുണ്ട്. അപ്പം നിങ്ങളെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് റിലീസ് ചെയ്യുക. നമുക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്, എന്തുകൊണ്ടാണ് വെറുപ്പ് വരുന്നത് എന്നുള്ളത് അനാലിസ് ചെയ്തിട്ട് അതൊന്ന് നമ്മളിൽ നിന്ന് റിലീസ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വികാരം നമ്മളിലുണ്ടാകുമ്പോൾ നമ്മളെ ഉള്ളിലാണ് കെമിക്കൽസ്, ഹോർമോൺസ് ഉണ്ടാകുന്നത്, വേറൊരാൾക്കല്ല. അപ്പോൾ നമ്മുടെ ബോഡിക്കാണ് അത് ഡാമേജ് ഉണ്ടാക്കുന്നതും നമ്മുടെ ബോഡിയിലാണ് രോഗാവസ്ഥ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അത് പിന്നെ സഹിക്കേണ്ടി വരുന്നത്. അന്നേരം പിന്നെ അതിനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം വികാരങ്ങൾ നമ്മൾ ഇന്ന് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വേണ്ടത് ഒന്നുകിൽ നല്ല എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് നന്നായിട്ട് ബ്രീത്ത് ഉള്ളിലേക്ക് എടുത്ത് വായിലൂടെ നന്നായി ശ്വാസം പുറത്തേക്ക് വിടുക. ഒരു 10 ടൈംസ് ഇത് ചെയ്യാൻ രാവിലെയും വൈകുന്നേരം ചെയ്താൽ തന്നെ നല്ലൊരു റിലാക്സേഷൻ നിങ്ങളുടെ ബോഡിക്ക് കിട്ടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നിങ്ങളൊരു പാട്ടിട്ടുകൊണ്ട് ഡാൻസ് കളിക്കുക, ശരീരം മൂവ്മെൻറ്റ്. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ, നമ്മളെ എനർജി പെട്ടെന്ന് ചേഞ്ച് ആവുന്നതാണ്. പാട്ട് പാടുന്നവരാണെങ്കിൽ നമുക്ക് പാട്ട് പാടാം കുറച്ച് സമയം. പെയിൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പെയിൻറ്റ് ചെയ്യും. നമുക്ക് എന്താണോ കഴിവുള്ളത് ആ ഒരു കഴിവ്, പച്ചക്കറി നടുന്നവരാണെങ്കിൽ അങ്ങനെ, വീട്ടമ്മമാർക്ക് മൈഗ്രെയിൻ വരുന്നതാണെങ്കിൽ അവർക്ക് എന്താണോ ഇഷ്ടം ആ ഒരു ഇത് ചെയ്യാം. കഴിയുന്നത് ഈ TV സീരിയൽസ് അങ്ങനത്തെ കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യും, സിനിമകൾ കാണുമ്പം അവരുടെ ആ കഥാപാത്രത്തിൻ്റെ ഇതും കൂടി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യും, പെട്ടെന്ന് ഇമോഷൻ വരും. നമ്മൾ കരയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അതേ പെയിൻ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യും, നമ്മളെ ഉള്ളിൽ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാക്കുക. അപ്പോൾ ഈ മൈഗ്രെയിൻ ഉള്ളവർ കുറച്ച് അതിൽ നിന്നൊക്കെ എന്തായാലും ഫോണിൽ നിന്ന് റീൽസ് ഇത് കാണുന്നതും എല്ലാം വിട്ട് നിന്ന് കുറച്ച് നമ്മളിലേക്ക് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രെയിനൊന്നും വലിയൊരു വിഷയമുള്ളതല്ല. അത് അങ്ങനെ പോകുന്നത് കാണാം. അത് വലിയൊരു രോഗമായിട്ട് നമ്മൾ ചിന്തിച്ച് അനക്ക് മൈഗ്രെയിനാ, വെയിൽ കൊണ്ടുകൂടാ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് പലവരും പറയുന്നതാക്കാം. പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ജീവിത ശൈലി ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ മൈഗ്രെയിൻ എന്നുള്ള അവസ്ഥ പെട്ടെന്ന് മാറുന്നത് കാണാം. നമ്മുടെ സ്ട്രെസ്സും ഇതും ആങ്സൈറ്റി, തീർച്ചയായിട്ടും ജോലിക്ക് പോകുമ്പോൾ ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാവും. നമുക്ക് രാവിലത്തെ വീട്ടിലത്തെ കാര്യം നോക്കണം, ഓഫീസിലത്തെ കാര്യം നോക്കണം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എവിടെയാണോ ആ ഒരു സ്ട്രെസ്സിലൂടെ നമ്മൾ പോകും. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ അത് റിലീസ് ചെയ്യാൻ ഒരു സമയം നമ്മൾ കൊടുക്കണം നമ്മളെ ചിന്തകൾക്ക്. അതുപോലെ തന്നെ വേണ്ടുന്നത് കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. ഒരിക്കലും വേറൊരാളുടെ ലൈഫ് നമ്മളുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമുക്ക് നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ആണ്. ഏതൊരു വ്യക്തിക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് നമ്മുടെ മുന്നിലുണ്ട്. നമ്മളത് കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്നത്. ആ ബ്ലെസ്സിങ്സിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായാൽ തന്നെ നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി തുടങ്ങും. നമ്മളിത് പലതിൻ്റെ പുറകെ പോകുമ്പോഴാണ്, പലവരെയും നോക്കുമ്പോൾ നമ്മൾ പലതിൻ്റെ പുറകെ പോകുമ്പോഴാണ് ഒരുപാട് ബാധ്യതകൾ നമ്മളുടെ ലൈഫിലേക്ക് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊന്ന് റിലീസാകാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് കുറച്ച് സമയം നോക്കുക. അതിൻ്റെ ഒരു സമയം നമുക്ക് ഒന്നിക്ക് വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവരാണ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് റിലാക്സേഷൻ കിട്ടും. നമ്മുടെ ഹോർമോൺ ഇത്
സ്ട്രെസ്സെന്ന് നമ്മളത് ചിന്തിക്കില്ല ആ ടൈമിൽ. ഡാൻസ് കളിക്കുന്നവർക്കാകും ഡാൻസ് കളിക്കുക. ഇങ്ങനെ ഒരു നമ്മുടെ സ്ട്രെസ്സിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. മൈഗ്രെയിൻ വലിയ പ്രോബ്ലം അല്ല, മരുന്നുകളെല്ലാം ഒഴിവാക്കി മൈഗ്രെയിൻ ഒന്നും ഇല്ലാണ്ട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. നന്നായിട്ട് വിശന്നിട്ട് ഭക്ഷണം കഴിക്കുക. അത് ഒരു നേരമാണെങ്കിൽ ഒരു വിശപ്പ് വളരെ കുറവായിരിക്കും മൈഗ്രെയിൻ ഉള്ളവർക്ക്. അതുപോലെ തന്നെ രാത്രി ഉറക്കം മസ്റ്റാണ്. 9 to 10 മണിക്കുള്ളിൽ തീർച്ചയായിട്ടും ഫോണൊന്നും ഉപയോഗിക്കാണ്ട് കിടന്ന് ഒരു റിലാക്സ് ശരീരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഒന്നും മാറാത്ത രോഗമല്ല. നമ്മുടെ ജീവിതശൈലി മാറ്റിയാൽ തന്നെ മാറുന്നൊരു ഇതാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.